നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അധോലോകം താണിച്ചു പോകും അമ്മാതിരി ഏർപ്പാടാണ് സൗബിൻ ഷാഹിർ കാട്ടിക്കൂട്ടിയത്. പണമുണ്ടാക്കാനുള്ള ആർത്തിയിൽ വ്യക്തിബന്ധങ്ങൾ മറന്നു. ഒരു സിനിമയുടെ പേരിൽ വലിയ തട്ടിപ്പ്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ നിർമ്മിതിക്കായി നിർമ്മാതാക്കൾ പോക്കറ്റിൽ നിന്ന് ₹1 പോലും പുറത്തെടുത്തില്ല. നടൻ സൗബിൻ ഷാഹിർ അടക്കമുള്ള പറവ ഫിലിംസ് ഉടമകൾക്കെതിരെയുള്ള വഞ്ചനാ കേസിന്റെ അന്വേഷണത്തിലാണ് പോലീസ് ഇക്കാര്യം കണ്ടെത്തിയത്. സൗബിൻ ഷാഹിറും സംഘവും 28 കോടി രൂപ പലരിൽ നിന്ന് തട്ടിയെടുത്തു. എന്നാൽ സിനിമയ്ക്ക് ആകെ ചെലവായത് 19 കോടി. പണം മുടക്കിയവർക്ക് മുന്നിൽ 38 കോടി രൂപയുടെ ഒരു കള്ളക്കണക്കും അവതരിപ്പിച്ചു. പറവ ഫിലിംസ് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിന് ശേഷമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ നിർമ്മാണത്തിന് സൗബിനും സംഘവും ₹1 പോലും ചെലവാക്കിയില്ല എന്ന് പോലീസ് കണ്ടെത്തിയത്. സിനിമയ്ക്ക് വേണ്ടി യഥാർത്ഥത്തിൽ ചെലവായത് 18 കോടി രൂപയ്ക്കും 19 കോടി രൂപയ്ക്കുമിടയിൽ. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ തിരക്കഥയുമായി സിറാജ് ഹമീദിനെ സൗബിൻ ഷാഹിർ സമീപിക്കുന്നു. സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്നാണ് സിറാജിനെ ഇവർ പറഞ്ഞു ധരിപ്പിച്ചത്. സിനിമയുടെ നിർമ്മാണത്തിനായി 7 കോടി രൂപ തന്നാൽ 40% ലാഭവിഹിതം എന്ന ഓഫറാണ് സിറാജിന് മുന്നിൽ വച്ചത്. മുൻപ് ചില സിനിമകൾക്ക് ഫിനാൻസ് നൽകിയിരുന്നു സിറാജ്. അതിൽ വന്ന കോടികളുടെ നഷ്ടം. സിനിമാ നിർമ്മാണത്തിനായി പണം കടം കൊടുത്ത് ഒടുവിൽ അതൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് സിറാജ് എങ്ങനെയെങ്കിലും പണം തിരികെ പിടിക്കാൻ സൗബിൻ ഷാഹിറിൻ്റെ ഈ പുതിയ ഓഫറിന് മുന്നിൽ അനുവാദം നൽകി. അങ്ങനെ 25 കോടി രൂപയാണ് സിറാജ് ഹമീദ് ഒരു ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നത്. തൻ്റെ കടങ്ങളൊക്കെ വീടുമല്ലോ എന്നതായിരുന്നു സിറാജിൻ്റെ പ്രതീക്ഷ. 7 കോടി രൂപ സൗബിൻ ഷാഹിറിന് കൈമാറി. ഈ 7 കോടി കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമാണ് സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി സൗബിൻ ഷാഹിർ മുന്നോട്ടു പോയത്. സിറാജ് ഹമീദിൽ നിന്ന് 7 കോടി രൂപ വാങ്ങിയെടുക്കുമ്പോൾ മറ്റൊരു വഴിയിലൂടെ മറ്റു ചിലരിൽ നിന്ന് കുറേയേറെ പണം സൗബിൻ ഷാഹിർ ഈ സിനിമയുടെ പേരിൽ വാങ്ങിക്കൂട്ടിയിരുന്നു. വീണ്ടും പലരിൽ നിന്നായി ഒരു 10 കോടി രൂപ കൂടി സംഘടിപ്പിച്ച് ഈ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നു. ഇനിയാണ് ഇതിനേക്കാൾ വലിയ മറ്റൊരു തട്ടിപ്പ്. സിനിമയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് സുജിത്ത് എന്ന വ്യക്തി സൗബിൻ ഷാഹിറും സംഘവുമായി സംസാരിക്കുന്നു. ഡ്രീം ബിഗ് ഫിലിംസിന്റെ ഉടമയാണ് സുജിത്ത്. സിനിമയുടെ റിലീസിന്റെ സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ സുജിത്ത് ഒരു 11 കോടി രൂപ തങ്ങൾക്ക് നൽകണമെന്നും സൗബിൻ ഷാഹിറും സംഘവും ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് 11 കോടി രൂപ സുജിത്ത് കൈമാറി. ചുരുക്കത്തിൽ പലരിൽ നിന്നായി 28 കോടി രൂപയാണ് സൗബിൻ സംഘടിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ചെലവായത് 19 കോടിയിൽ താഴെ മാത്രം. സിനിമയുടെ റിലീസിന് മുൻപേ തന്നെ ചുരുക്കത്തിൽ സൗബിൻ ഷാഹിറിൻ്റെ പോക്കറ്റിൽ ഏകദേശം 9 കോടി രൂപയോളം. വേണ്ടത്ര വാർത്താ പ്രാധാന്യം കൈവരിക്കാതെ ഈ സിനിമ ബോക്സ് ഓഫീസിൽ തകർന്നടിച്ചു പോയാൽ സിറാജ് ഹമീദിന്റെ പണം നഷ്ടപ്പെട്ടേനെ. എന്നാൽ മഞ്ഞുമൽ ബോയ്സ് കേരളത്തിൽ ഏറ്റവും കളക്ഷൻ നേടിയ ഒരു സിനിമയുടെ വിജയ ചരിത്രമാണ് നമുക്ക് മുന്നിൽ കാട്ടിത്തന്നത്. സിനിമയുടെ അസാധാരണ വിജയം. ബോക്സ് ഓഫീസിൽ നിന്ന് 142 കോടിയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ. ആകെ കളക്ട് ചെയ്തത് 242 കോടി. അതിൽ 142 കോടി നിർമ്മാതാക്കളുടെ പോക്കറ്റിലെത്തി എന്ന വാർത്തയാണ് മാധ്യമങ്ങളിലൂടെ സിറാജ് ഹമീദ് അടക്കമുള്ളവർ മനസ്സിലാക്കിയത്. തന്റെ 7 കോടി രൂപയും 40% ലാഭവിഹിതവും നൽകണമെന്ന് സൗബിൻ ഷാഹിറിനോടും പറവ ഫിലിംസിന്റെ മറ്റുടമകളോടും തുടർന്ന് സിറാജ് ആവശ്യപ്പെട്ടു. എന്നാൽ സിറാജിന് മുന്നിൽ അവർ മുഖം ധരിച്ചു. ഓൺലൈൻ മാധ്യമങ്ങളിലും മറ്റ് ചാനലുകളിലുമൊക്കെ വരുന്ന വാർത്തകൾ വിശ്വസിക്കരുത്. സിനിമയ്ക്ക് അത്ര വലിയ കളക്ഷനൊന്നുമില്ല എന്നതായിരുന്നു നിർമ്മാതാക്കളുടെ വാദം. അപ്പോൾ സിറാജിൻ്റെ ആവശ്യം അക്കൗണ്ട് വിവരങ്ങൾ പൂർണ്ണമായി തന്നെ ബോധ്യപ്പെടുത്തണമെന്ന്. അതിനു മുന്നിൽ നിർമ്മാതാക്കൾ മുഖം തിരിച്ചു. സിറാജിൽ നിന്നുള്ള പണം തട്ടിയെടുക്കൽ മാത്രമായിരുന്നു സിനിമ നിർമ്മാതാക്കളുടെ മനസ്സിലെന്ന് സിറാജിന് ബോധ്യമായി. മാനസികമായി ഏറെ തകർന്നു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും സിറാജ്. മറ്റു ചില പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടിത്തുടങ്ങി. തുടർന്ന് ഗത്യന്തരമില്ലാതെയാണ് പോലീസിനെ സമീപിച്ചത്. തുടക്കത്തിൽ ഇതൊരു സിവിൽ കേസാണ് എന്ന ഭാവമായിരുന്നു പോലീസിന്. തുടർന്ന് കോടതിയിലൂടെ വീണ്ടും പോലീസിന് മുന്നിലെത്തിയ സിറാജ് അന്വേഷണത്തിന് ഉത്തരവ് മേടിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തുവന്നത്. സിനിമ നിർമ്മാണത്തിന്റെ പേരിൽ പലരിൽ നിന്നായി സാമ്പത്തിക തട്ടിപ്പ്. അതിനുശേഷം പണം മുടക്കിയവനെ പോലും അങ്ങ് പച്ചയ്ക്ക് പറ്റിച്ചിരിക്കുന്നു. കൊച്ചിയിലെ സിനിമാ ലോകം ഇത്തരം അധോലോകമായി മാറി എന്ന് വ്യക്തം. ഇത് സൗബിൻ ഷാഹിറിൻ്റെയും സംഘത്തിൻ്റെയും മാത്രം തട്ടിപ്പ് കഥയല്ല. മറ്റു പലരുടെയും പ്രവർത്തന രീതി ഇത്തരത്തിലാണ്.
പ്രവാസികളിൽ നിന്നും മറ്റു ബിസിനസ്സുകാരിൽ നിന്നുമൊക്കെ സിനിമാ നിർമ്മാണത്തിനായി കോടികൾ മേടിച്ചെടുക്കും. എന്നിട്ട് അതിൻ്റെ പകുതി തുക മുടക്കി സിനിമ നിർമ്മിക്കും. ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞാൽ പണം മുടക്കിയവന് എല്ലാം നഷ്ടപ്പെടും. ഇനി വലിയ വിജയം നേടിയാലോ ചെറിയ ലാഭവിഹിതമടക്കം മേടിച്ച പണം തിരികെ കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ പ്രശ്നം തീർക്കും. സിറാജിന് ഇത് സ്വന്തം നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നു. തൻ്റെ കടങ്ങളൊക്കെ എങ്ങനെയെങ്കിലും തീർക്കണമെന്ന ഒരു വാശി. അതുകൊണ്ട് തന്നെ പോലീസിലും കോടതിയിലുമൊക്കെ അദ്ദേഹം കയറിയിറങ്ങി. ചുരുക്കത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ വിഷയമെത്തി. അവിടെ നിന്നാണ് ആദായനികുതി വകുപ്പ് ഈ വിവരങ്ങൾ മനസ്സിലാക്കുന്നത്. തുടർന്ന് ആദായനികുതി വകുപ്പ് പറവ ഫിലിംസിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ പറവ ഫിലിംസിനുണ്ട് എന്ന് തുടർന്ന് ആദായനികുതി വകുപ്പ് മനസ്സിലാക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണത്തിലും ഇക്കാര്യം ബോധ്യമായി. ഇത് കൊച്ചിയിലെ നിരവധി നിർമ്മാണ കമ്പനികളുടെ അതേ പ്രവർത്തന ശൈലി തന്നെയാണ്. എന്നാൽ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ നേടിയ അപൂർവ വിജയവും അതിലൂടെ ഇവർക്ക് കൈവന്ന കോടികളുടെ വരുമാനവും. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ 148 കോടി രൂപയുടെ വരുമാനമുണ്ടാക്കി. അതിൽ നിന്ന് 44 കോടി രൂപയാണ് നികുതി ഇനത്തിൽ അടയ്ക്കേണ്ടത്. സിനിമ നിർമ്മാണ ചെലവായി കാണിച്ച 32 കോടി രൂപ പോലും കള്ളക്കണക്കാണ് എന്ന് ആദായനികുതി വകുപ്പിന് ബോധ്യമായി. 60 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് സൗബിൻ ഷാഹിറും സംഘവും നടത്തിയത് എന്ന് ആദായനികുതി വകുപ്പ് കണ്ടെത്തി. കൊച്ചിയിലെ SRM റോഡിലെ വീട്ടിലാണ് ഈ വെള്ളിയാഴ്ച രാവിലെ പരിശോധനകൾ ആരംഭിച്ചത്. വ്യാഴാഴ്ച സൗബിന്റെ സ്ഥാപനമായ പറവ ഫിലിംസിൽ പരിശോധന 14 മണിക്കൂറോളം നീണ്ടുനിന്നു. ആദായനികുതി വകുപ്പ് ശക്തമായ പരിശോധനകളാണ് തുടർന്ന് നടത്തിയത്. കൊച്ചിയിലും പരിസരത്തുമായി 7ഓളം കേന്ദ്രങ്ങളിൽ സിറാജ് ഹമീദിന്റെ വീടടക്കം ആദായനികുതി വകുപ്പ് പരിശോധന നടത്തി. പറവ ഫിലിംസിന്റെ ഓഫീസിൽ മാത്രമല്ല, പുല്ലേപ്പടിയിലെ ഡ്രീം ബിഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫീസ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും ആദായനികുതി വകുപ്പ് കൃത്യമായ പരിശോധനകൾ നടത്തി. നിരവധി തെളിവുകളും രേഖകളും അവർ കണ്ടെത്തി. 2 സിനിമാ നിർമ്മാണ കമ്പനികളുടെയും സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചാണ് പ്രധാനമായും ആദായനികുതി വകുപ്പ് അന്വേഷണം നടത്തിയത്. തുടർന്ന് ആഭ്യന്തര നികുതി അന്വേഷണ വിഭാഗം കൃത്യമായ പരിശോധനകൾ നടത്തി. സൗബിനെ അടുത്തയാഴ്ച ആദായനികുതി വകുപ്പ് ചോദ്യം ചെയ്യും. പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവന്നതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ കടുപ്പിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ കള്ളപ്പണ ഇടപാടുകൾ കൃത്യമായി തെളിഞ്ഞതോടെ സൗബിൻ ഷാഹിറിനെ അറസ്റ്റ് ചെയ്യും എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ഷോണാണ് എന്നതാണ് സൗബിൻ ഷാഹിറിന്റെ മൊഴി. എന്നാൽ സൗബിൻ ഷാഹിർ തന്നെയാണ് നേരിട്ട് തന്നോട് സംസാരിച്ച് പണം ഉറപ്പാക്കിയത് എന്ന് സിറാജ് ഹമീദ് പറയുന്നു. സിനിമാ മേഖലയിൽ വൻതോതിൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നു എന്ന കൃത്യമായ വിവരമാണ് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ലഭിച്ചത്. തുടർന്ന് മലയാളത്തിലെ മുൻനിര നിർമ്മാണ കമ്പനികളുടെ ഓഫീസുകളിൽ ആദായനികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമൊക്കെ പരിശോധനകൾ നടത്തിയിരുന്നു. ആന്റണി പെരുമ്പാവൂരിൻ്റേതുൾപ്പെടെയുള്ള ഓഫീസുകൾ അന്ന് കൃത്യമായി റെയ്ഡുകളും നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായി സിറാജ് ഹമീദ് പോലീസിന് കൈമാറിയ പരാതി. ആ പരാതിയെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയപ്പോൾ കള്ളപ്പണ ഇടപാടുകളുടെ വലിയ തട്ടിപ്പ് തന്നെയാണ് പുറത്തുവന്നത്. തുടർന്നാണ് ആദായനികുതി വകുപ്പിന്റെ അപ്രതീക്ഷിത സർജിക്കൽ സ്ട്രൈക്ക്. പറവ ഫിലിം സിറാജ് ഹമീദിനെ പച്ചയ്ക്ക് പറ്റിക്കുന്നു. ഒരു വ്യക്തിയിൽ നിന്ന് ലാഭവിഹിതം നൽകാം എന്ന കരാറുണ്ടാക്കി പണം വാങ്ങുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ പണം ഉപയോഗിച്ച് സിനിമ നിർമ്മിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് മാത്രമല്ല, മറ്റു പലരിൽ നിന്നും ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നിർമ്മാതാക്കൾ നടത്തുന്നു. പറവ ഫിലിംസ് ഉടമകൾ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. ഹൈക്കോടതിക്ക് മുൻപാകെ പോലീസ് സമർപ്പിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തങ്ങളുടെ അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചതും. നിർമ്മാണ ചെലവ് കൂട്ടിക്കാണിച്ചു എന്ന ആരോപണം നേരത്തെ തന്നെ സിറാജ് ഉയർത്തിയിരുന്നു. അക്കാര്യം പോലീസ് അന്വേഷണത്തിൽ ശരിവച്ചു. ഇപ്പോഴിതാ ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തലും അതുതന്നെയാണ്. ചതിക്കാൻ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി സിറാജിന്റെയും മറ്റുള്ളവരുടെയും കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സൗബിൻ ഷാഹിറിനെ പോലെ ഇത്രയേറെ പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റിയ ഒരു താരത്തിന് ഇത്തരത്തിൽ എന്താണ് ഗതികേട്? പണത്തിനു വേണ്ടിയുള്ള ആർത്തിയിൽ എല്ലാ ജീവിത മൂല്യങ്ങളും ഇവരൊക്കെ മറക്കും. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം 150 കോടി രൂപയിലധികം ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. നികുതി ഉൾപ്പെടെ 164.58 കോടി ഗ്രോസ് കളക്ഷൻ. ആഗോളതലത്തിലെ കളക്ഷനുകൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ 225 കോടിയിലധികമാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയത്. കൊച്ചിയിലെ മഞ്ഞുമൽ എന്ന സ്ഥലത്ത് നിന്ന് ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാലിലേക്ക് വിനോദയാത്ര പോകുന്നു. അവിടെ ഗുണ കേവ്സിൽ അകപ്പെട്ട
ഒരു യുവാവിൻ്റെ കഥയാണ് മഞ്ഞുമൽ ബോയ്സ് കേരളത്തോട് പറഞ്ഞത്. ആ ഗുണ കേവിലേക്ക് താഴ്ന്നുപോയ യുവാവിൻ്റെ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ സൗബിൻ ഷാഹിറിനും സംഭവിച്ചിരിക്കുന്നത്. സൗബിൻ ഷാഹിറിൻ്റെ ഈ വല്ലാത്ത വീഴ്ചയിൽ പകച്ചു നിൽക്കുകയാണ് മലയാള സിനിമാ ലോകം. മലയാള സിനിമാ ലോകത്തെ കള്ളപ്പണി ഇടപാടുകാർ ഇപ്പോൾ വിറപൂണ്ട് നിൽക്കുന്നു. മട്ടാഞ്ചേരി മാഫിയടക്കം നിയന്ത്രിക്കുന്ന കൊച്ചിയിലെ സിനിമാ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഈ നീക്കം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.